സമരം നടത്താൻ അവകാശമുള്ളതുപോലെ തന്നെ സമരത്തിൽ പങ്കുചേരാതിരിക്കാനുള്ള അവകാശവുമുണ്ട് എന്ന ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മൾ വയനാട്ടിലേക്കാണ്. അവിടെ കമൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. കൽപ്പറ്റ ചുങ്കത്ത് UDF അനുകൂല ട്രേഡ് യൂണിയനുകൾ വാഹനങ്ങൾ തടയുന്നു. ഇപ്പോൾ കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. ഒരു ചേട്ടൻ പറയുന്നത് കേട്ടു, ഞങ്ങൾ പണിയെടുക്കാതെ നിൽക്കുകയാണ്, അതുകൊണ്ട് അല്പനേരം നിങ്ങളും നിൽക്കൂ എന്ന്. എന്ത് ന്യായമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പിടികിട്ടുന്നില്ല. പിന്നെ ഇവരുടെയൊക്കെ എന്താണ് സമരത്തിന്റെ പിന്നിലെന്ന് ചോദിച്ചാൽ തൊഴിലാളി നയങ്ങൾക്കെതിരെ നടത്തുന്ന സമരം എന്നാണ് പറയുന്നത്. ഇതിൽ ശരിയായ തൊഴിലാളി നയമാണോ ഇവരൊക്കെ ഈ നടപ്പിലാക്കുന്നത്? മോത്തി, കൽപ്പറ്റ ചുങ്കത്താണ് ഇപ്പോൾ ഈ സമരാനുകൂലികൾ UDF അനുകൂല ട്രേഡ് യൂണിയനുകൾ വാഹനങ്ങൾ തടഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ടാക്സി ബോർഡുള്ള ലോറികൾ അതുപോലെ ഓട്ടോറിക്ഷകളൊക്കെയാണ് തടയുന്നത്. അവർ പറയുന്നത് ടൗണിൽ കൂടി എന്തായാലും പോകാൻ പറ്റില്ല, ബൈപ്പാസ് റോഡ് വഴി തിരിഞ്ഞു പോകാനാണ് ഈ വാഹനങ്ങളോട് ആവശ്യപ്പെടുന്നത്. സ്വകാര്യ വാഹനങ്ങൾ നിലവിൽ തടഞ്ഞിട്ടില്ല. ഓട്ടോറിക്ഷകൾ, ലോറികൾ, അതുപോലെ ഈ മഞ്ഞ ബോർഡുള്ള ടാക്സി അല്ലെങ്കിൽ അത്തരം പെർമിറ്റുള്ള വാഹനങ്ങളാണ് തടയുന്നത്. ഒരു KSRTC സ്വിഫ്റ്റ് ബസ് തടഞ്ഞിട്ടിരുന്നു. അത് പക്ഷേ പോലീസ് ഇടപെട്ടപ്പോൾ അത് തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്ന ബസ്സായിരുന്നു. അത് അവർ പോകാൻ അനുവദിച്ചു. ഇപ്പോഴും ഓട്ടോറിക്ഷകളും ലോറികൾ അതുപോലെ പെർമിറ്റുള്ള വാഹനങ്ങളൊക്കെ തടയുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ ടാക്സി മാത്രമാണോ തടയുന്നത്? എല്ലാ വാഹനങ്ങളും തടയുന്നുണ്ട്. കാരണം ഇത് ഒരു മാസം 2 മാസം ടാക്സിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരം തൊഴിലാളികൾക്കാണല്ലോ. അപ്പൊ ടാക്സികളാണ് കാര്യമായിട്ട് തടയുന്നത്. കൽപ്പറ്റ ചുങ്കത്താണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്നത്. രാവിലെ വയനാട്ടിൽ സുഗമമായി വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത്തരത്തിൽ സമരാനുകൂലികൾ റോഡിലിറങ്ങി തടയുന്ന സാഹചര്യം ഉണ്ടായത്. KSRTC ലോക്കൽ സർവീസുകളൊന്നും നടത്തുന്നില്ല. ദീർഘദൂര ബസ്സുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അതും നേരത്തെ സമരക്കാർ തടഞ്ഞിരുന്നു. ഇപ്പോൾ ചുങ്കത്ത് എന്തായാലും വാഹനങ്ങളുടെ ഒരു നിര രൂപപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളും ഈ ഗതാഗത തടസ്സത്തിൽ പെട്ടിട്ടുണ്ട്. പ്രധാനമായും പക്ഷേ ഇവർ തടയുന്നത് ലോറികളും ഓട്ടോറിക്ഷകളും ഒക്കെ ആണെങ്കിലും സ്വകാര്യ വാഹനങ്ങളിലെ ഡ്രൈവർമാരെയും തടഞ്ഞു വെച്ച് സംസാരിക്കുന്നുണ്ട്. വാഹനങ്ങൾ കുറച്ചു നേരത്തിന് ശേഷം പോകാൻ അനുവദിക്കുന്നുമുണ്ട്. ഇപ്പോൾ INTUC നേതൃത്വത്തിൽ ഉള്ള UDF അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനകളാണ് വാഹനങ്ങൾ തടയുന്നത്. ഇന്ന് വൈകുന്നേരം വരെ വാഹനം പോകാൻ അനുവദിക്കില്ല. 6 മണി വരെ വൈകുന്നേരം ഞങ്ങൾ വണ്ടി വിടുന്നതായിരിക്കില്ല. പിന്നെ പൊതുപണിമുടക്കാണ്, എല്ലാവരും സഹകരിക്കുക. പിന്നെ അത്യാവശ്യം മറ്റേ ടാക്സി വാഹനങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങളത് തടയും. എന്തായാലും അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള സമരമാണ് അത്. ഈ സമരം മുന്നോട്ട് തന്നെ പോകും. എല്ലാ വാഹനങ്ങളും തടയും. അത്യാവശ്യം പ്രൈവറ്റ് വണ്ടികളും തടയുന്നുണ്ട്. അത്യാവശ്യം വരുന്ന ഹോസ്പിറ്റൽ കേസും പിന്നെ എയർപോർട്ടിലൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ നമ്മൾ വിടുന്നുണ്ട്. ഡോക്ടർമാർക്ക് വിടുന്നുണ്ട്, രോഗികൾക്ക് വിടുന്നുണ്ട്. വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ ചെയ്യുന്നു.